ദിവസം ഓരോ സ്ത്രീയെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയാണ്. നമുക്കറിയാം, രണ്ട് വിശ്വാസങ്ങളുടെ സംഗമമാണ് ഇന്ന് ആറ്റുകാലിൽ സംഭവിക്കുന്നത്. ഒന്ന് ദൈവത്തോടുള്ള വിശ്വാസമാണ്, മറ്റൊന്ന് അമ്മയോടുള്ള ഉറപ്പും വിശ്വാസവുമാണ്. നമുക്കറിയാം, ഏതു ഘട്ടത്തിലും അല്ലെ, ഏതു വേദനയുടെ നടുക്കും ഏതു ഘട്ടത്തിലും എത്ര വലിയ പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ ഉറപ്പോടെ വിളിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് അമ്മയെന്നാണ്. അതേ വിശ്വാസം ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന, സംയോജിപ്പിക്കുന്ന, രണ്ടിനെയും ഒന്നായി കാണുന്ന ഒരു വലിയ ഒരു ചിന്താശേഷിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആറ്റുകാലിലേക്ക് ഓരോ സ്ത്രീയും പൊങ്കാല മുതൽ പൊങ്കാല വരെ എന്നാണ് ഒരു തവണ പൊങ്കാല അർപ്പിച്ചു പോകുന്ന ഒരു ഭക്തയുടെ മനസ്സിൽ പിന്നെയുള്ളത്. ഒരു തവണ അനന്തപുരിയിലേക്ക് എത്തുന്നു, അമ്മയുടെ മുന്നിൽ പൊങ്കാല അർപ്പിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് തിരികെ പോയാൽ ഒരു കാത്തിരിപ്പാണ്. അടുത്ത പൊങ്കാലക്കാലം വരെയുള്ള ആ കാത്തിരിപ്പ് അമ്മയോട് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാകും, അതിന്റെ പങ്കുവെക്കലുണ്ടാകും. അങ്ങനെ വലിയ ഒരു കാത്തിരിപ്പിന് ശേഷം വീണ്ടും അനന്തപുരി ലക്ഷ്യമാക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരുന്ന, ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഓരോ ഭക്തയും ഇന്ന് അനന്തപുരിയിൽ സംഗമിക്കുകയാണ് അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിച്ചുകൊണ്ട്. ആ ഭക്തി, ആ സ്നേഹം, ആ വിശ്വാസം, ആ കടപ്പാട് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നേർച്ച പൊങ്കാല എന്നൊന്നുണ്ട്. അതായത് പോയ ഒരു വർഷം അമ്മയ്ക്ക് മുന്നിൽ വെക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നേടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മയുടെ മുന്നിലേക്ക് എത്തി അതിന് നന്ദി പറയുക എന്നൊന്നുകൂടി അതിന്റെ ലക്ഷ്യമായുണ്ട്. അങ്ങനെ ഭക്തിയുടെ നിറവിൽ തലസ്ഥാന നഗരി നിറഞ്ഞു തൂവുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്, യഥാർത്ഥത്തിൽ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. രാവിലെ 9:15 ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ശുദ്ധ പുണ്യാഹത്തോടു കൂടി ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ മുതൽ ദിവസങ്ങളായി തന്നെ അനന്തപുരിയിലേക്ക് എത്തി നിൽക്കുന്നവരുണ്ട്. ഇന്നലെയും നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെച്ചു, ഒരു തവണ പൊങ്കാല അർപ്പിച്ചു പോകുമ്പോൾ അനന്തപുരിയിൽ എവിടെ നിന്ന് വരുന്നവർക്കാണെങ്കിലും പുതിയൊരു ബന്ധം ആരംഭിക്കുകയാണ്. ഓരോ വർഷവും തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ വഴികളിലേക്ക് എത്തുന്ന ആളുകളുമായി ഭക്തിയുടെ ഒരു വലിയ ബന്ധം സ്ഥാപിക്കുകയാണ്. ആറ്റുകാലമ്മയെ തേടിയെത്തുന്നവർ തങ്ങളെ കൂടി തേടിയെത്തുന്നവരാണ്. അമ്മയുടെ ബന്ധുക്കൾ, അമ്മയുടെ മക്കൾ ഞങ്ങളുടെയും ബന്ധുക്കളാണ് എന്ന് വിചാരിച്ച് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് അനന്തപുരിക്ക്, തലസ്ഥാന നഗരത്തിന്. അപ്പോ അവിടേക്ക് എത്തുന്ന ആളുകളെ അനന്തപുരി അതുപോലെ ഹാർദവുമായി ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. ദേവിയോടുള്ള സമർപ്പണവും വിശ്വാസവും ഒരുമിച്ച് ചേരുന്ന പുണ്യവേള ഭക്തിയുടെ മഹാസാഗരമായി തലസ്ഥാന നഗരിയെ മാറ്റിമറിക്കുകയും ചെയ്യും. നമ്മളോടൊപ്പം, അതായത് ഇന്ന് റിപ്പോർട്ടർ TV പൊങ്കാലയുടെ ഓരോ നിമിഷവും, ഓരോ കാഴ്ചയും, ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അമ്മയ്ക്ക് മുന്നിലേക്ക് രാവിലെ എത്തുന്ന ഓരോ പ്രേക്ഷകരും, അതായത് അവിടേക്ക് എത്തുന്ന ഭക്തരെല്ലാവരും തന്നെ പൊങ്കാല അർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് അമ്മയോട് അനുമതി തേടി, അമ്മയോട് പ്രാർത്ഥിച്ച് ഇതാണ് ഞങ്ങൾ മനസ്സിൽ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊങ്കാല കലങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് പോകുന്നത്. അവിടേക്ക് പോകും മുമ്പ് ഒരിക്കൽ കൂടി കണ്ടൊന്ന് തൊഴാൻ വേണ്ടി അവിടേക്ക് എത്തുന്ന ധാരാളം പേരെ നമ്മൾ നേരത്തെ നമ്മളുടെ റിപ്പോർട്ടർമാരോടൊപ്പം ഒക്കെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളുടെ കൈയൊന്ന് കൂപ്പി നിന്നാൽ ആ നിമിഷം കണ്ണു തുറന്ന് അതിലൂടെ കണ്ണുനീരൊഴുകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു വർഷമായി പറയാനുള്ളതെല്ലാം, അത് പ്രാർത്ഥനയാകട്ടെ, അത് വിശേഷങ്ങളാകട്ടെ, അത് തേടിയെത്തിയ സന്തോഷങ്ങളാകട്ടെ, അതിനോടെല്ലാം താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് നോക്കൂ, എത്ര മക്കളാണ് തേടിയെത്തുന്നത് എന്ന്. നമുക്ക് ഏറ്റവും വലിയ ഉറപ്പും വിശ്വാസവും നമ്മുടെ അമ്മമാരാണെങ്കിൽ ലോകം മുഴുവനുമുള്ള അമ്മമാരുടെ അമ്മ എന്നതാണ് ആറ്റുകാലമ്മയുടെ പ്രത്യേകത. അപ്പോൾ ആ ശക്തിയുടെ പാരമ്യം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം എന്ന്.